വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട CP ബാബുജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. UDFനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. തവനൂർ നിയമസഭാ മണ്ഡലം രൂപം കൊണ്ടിട്ട് ഇതുവരെ UDFന് വിജയിക്കാൻ കഴിയാത്തൊരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ തവനൂരിൻ്റെ ജാതകം ഞങ്ങൾ തിരുത്തി കുറിക്കും. തവനൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ശുഭകരമായ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഇനി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ, നിയോജകമണ്ഡല കൺവെൻഷനും മണ്ഡലതല കൺവെൻഷനും കുടുംബസംഘങ്ങളും പരസ്യപ്രചരണവുമായി വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുന്നത് അഭ്യർത്ഥിക്കുക. പ്രധാന പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും തവനൂരിനെ സംബന്ധിച്ച് തവനൂർ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ 15 വർഷമായി തവനൂർ നിയോജകമണ്ഡലം നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. കൊടും വേനലാണ്, കുടിവെള്ളമാണ് തവനൂരിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. വെള്ളം സർവത്ര, പക്ഷേ തുള്ളി കുടിക്കാനില്ലത്ര എന്ന് പറഞ്ഞ ഒരു സാഹചര്യം, അത് തവനൂർ മണ്ഡലത്തിലെ ഒരു സാഹചര്യത്തെ നോക്കി പറഞ്ഞ ഒരു മൊഴിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭാരതപ്പുഴയുടെ സാന്നിധ്യവും സാമീപ്യവും ഉണ്ട്. പക്ഷേ ചമ്രവട്ടം പാലം, റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അത് തവനൂരിൻ്റെ ആ പ്രദേശത്തിൻ്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. പക്ഷേ ആ ചമ്രവട്ടം പാലം അഴിമതി പാലമായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. തവനൂരിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു ദുഃഖമായി ഈ ചമ്രവട്ടം പാലം മാറിയിരിക്കുക. ചമ്രവട്ടം ആ റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ കൊടിയ അഴിമതിയാണ്, കോടികളുടെ അഴിമതിയാണ്. ആ നാട്ടിലെ കർഷകരുടെ, സാധാരണക്കാരുടെ ജീവൽ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ആ ചമ്രവട്ടം പദ്ധതി അത് ഫലവത്തായിട്ടില്ല. അതൊരു കമ്മീഷൻ അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാക്കി മാറ്റിയതാണ് ഏറ്റവും വലിയ വിഷയം. കുടിവെള്ളവും ചമ്രവട്ടം പാലവുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷയം. പിന്നെ ആ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. സ്നേഹതീരം പാർക്ക് ഒരു ശ്മശാന സ്മാരകമായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. അഴിമുഖവും സ്നേഹതീരവും കർമ്മ റോഡും ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ സാധ്യതകളുള്ള ഒരു ടൂറിസം കോറിഡോറിന് ഒരുപാട് അനന്തമായ സാധ്യതകളുണ്ട്. ചിലപ്പോൾ പെരുന്നാൾ ദിനം കാറ്റുകൊള്ളുന്നതിന് വേണ്ടി, കാഴ്ച കാണുന്നതിന് വേണ്ടി ഈ ജില്ലയിൽ നിന്നും പുറം ജില്ലയിൽ നിന്നുമൊക്കെ പതിനായിരങ്ങളാണ് നമ്മുടെ ഈ തീരപ്രദേശത്തേക്ക് ഒഴുകിയത്. അപ്പോൾ അവർക്ക് കാറ്റുകൊണ്ട് കൺകുളിർക്കെ കാഴ്ച കാണാൻ കഴിയുന്ന നിരവധിയായ ടൂറിസം പദ്ധതി കൊണ്ടുവരാൻ കഴിയും. പ്രകൃതി കനിഞ്ഞേകിയ ആ പദ്ധതികൾ ഫലവത്താക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ തിരൂർ, നമ്മുടെ പൊന്നാനി താലൂക്കുകളെ ബന്ധിപ്പിക്കുന്ന തവനൂർ പാലം ഉൾപ്പെടെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ തവനൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട്. ഏറ്റവും വലിയ വിഷയം ചമ്രവട്ടവും കുടിവെള്ളവുമാണ്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചു കൊണ്ടുപോകുന്നത്. അവിടെ കഴിഞ്ഞ 15 വർഷമായി തവനൂരിൻ്റെ വികസന സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ സഫലമായിട്ടില്ല. അത് സഫലമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. അതോടൊപ്പം തന്നെ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ ദുരിതമുണ്ട്. ആ ദുരിതത്തിനും ദുരന്തത്തിനും ഒരു അറുതി വരണം. കേരളത്തിനൊരു ഭരണമാറ്റം ഉണ്ടാവണം. അതിന് തവനൂരും തിരുത്തണം. തവനൂർ ഈ തെരഞ്ഞെടുപ്പിൽ തിരുത്തി എഴുതും. UDFന് വലിയ വിജയം ഉണ്ടാകുന്ന തരത്തിലേക്ക് ജനവിധി ഞങ്ങൾക്ക് അനുകൂലമായി.